Hi, welcome to our channel Metro Spaces. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം ഒരു മാസത്തിൽ കൂടുതലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിലിപ്പം എഡിറ്റിങ്ങിൻ്റെ കാര്യം, ക്യാമറ ക്വാളിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് അതിൽ പറ്റുന്ന രീതിയിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം തൊട്ടുള്ള വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലാവും ആദ്യത്തെ വീഡിയോ ഇപ്പോൾ ഇടുന്ന വീഡിയോ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഉള്ളത് ഒരു ക്യാമറയുടെ ഇഷ്യൂ ആയിരുന്നു. അപ്പം നമ്മളിപ്പം മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ റെക്കോർഡ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ ത്രൂ ആണ്. ഇപ്പം നമ്മളൊരു ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ മേടിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗൂഗിൾ പിക്സലോ അല്ലെങ്കിൽ തന്നെ ഒരു ഐഫോണൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ ഏകദേശം 60-70,000 രൂപയാവും. അപ്പോൾ അത്രയും നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയൊരു DSLRൻ്റെ ക്യാമറ മേടിച്ചിട്ടുണ്ട്, പാനസോണിക്കിൻ്റെ ഒരു ക്യാമറ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് തൊട്ട് നമ്മൾ ക്യാമറയിൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ 2-3 വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് മൊബൈലിൽ. അപ്പോൾ അതും കൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്യാമറ ത്രൂ എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും പിന്നെ ഇടുന്നത്. അപ്പം വീഡിയോ ക്വാളിറ്റി ഇഷ്യൂ ഈ ഒരു ക്യാമറ കൊണ്ടിട്ട് സോൾവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ളത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിംഗ് ഇനി എനിക്ക് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എഡിറ്റിംഗ് കൂടെ പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒക്കെ നേരെയാവും. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ പെട്ടി ഒന്ന് തുറന്ന് നോക്കാം, സാധനം എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കാം. ഞാനിതുവരെ ക്യാമറ യൂസ് ചെയ്തിട്ടില്ല, മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ക്യാമറ ഇപ്പം മേടിക്കുന്നത്. ഇപ്പം ഒരുപാട് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി, അതുകൊണ്ട് മാത്രമാണ് ഈ ക്യാമറ മേടിച്ചത്, അല്ലെങ്കിൽ മേടിക്കത്തില്ലായിരുന്നു. അപ്പം നമുക്ക് ക്യാമറ നോക്കാം. ഇത് പാനസോണിക്കിൻ്റെ Lumix G7 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഏകദേശം MRP വന്നിട്ട് ഒരു 54,000 രൂപയൊക്കെയാണ് MRP കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിതൊരു ഓഫർ പ്രൈസിന് ഒരു 33-34 രൂപയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ MRP നോക്കിയാൽ കാണാൻ പറ്റും, 54,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 360 ഡിഗ്രിയിൽ ഇതിൻ്റെ മോണിറ്റർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോണൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ 50,000 രൂപയ്ക്ക് മുകളിലാവും. അപ്പോൾ ഈ ഒരു 33,000 രൂപയ്ക്കൊക്കെ ഈ ഒരു ഇങ്ങനത്തെ ഒരു മോഡൽ ക്യാമറ കിട്ടുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് തന്നെ മേടിച്ചത്. അപ്പോഴിതിൻ്റെ ഔട്ടർ പാക്കറ്റൊക്കെ പൊളിച്ച് കളഞ്ഞു. ഇതിനകത്ത് ബോക്സിനകത്തുള്ള കാര്യങ്ങൾ ഇതിപ്പം ലെൻസിൻ്റെ എന്തോ കവറാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ പിടുത്തമില്ല എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം ലെൻസ് ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ആണെന്നാണ് തോന്നുന്നത്, അത് തന്നെ. ഇപ്പോൾ ലെൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണിത്. എനിക്ക് എൻ്റെ പേരുകളൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പേരൊക്കെ പറയുന്നതിൽ. ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നതെന്ന് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെൻസ്. ഇനി ഇതിനകത്തൊരു ചാർജറും ക്യാമറയും തന്നെ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇതുപോലെ ഇനി എടുക്കാനുള്ളത് ക്യാമറ ഉണ്ട് മെയിനായിട്ട്. ഓക്കെ, നമ്മുടെ ഇത് അതിൻ്റെ ഒരു ടാഗാണെന്ന് തോന്നുന്നു, ക്യാമറയിൽ തൂക്കാനുള്ള ടാഗാണ് ലൂമിക്സിൻ്റെ. ഇനിയുള്ളത് ക്യാമറയാണ്. വളരെ സൂക്ഷിച്ചൊക്കെ എടുത്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തീർന്ന് പറയണ്ട. ഇതതിൻ്റെ എക്സ്റ്റൻഷൻ കേബിൾസ്, ഒന്ന് ചാർജറിൻ്റെ കേബിളും മറ്റൊന്ന് ഇതിൻ്റെ OTG കേബിളാണെന്ന് തോന്നുന്നു. ഇനിയുള്ളത് ഇതൊരു ഇതിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്റർ. ഇനി ബാറ്ററി ഉണ്ട്, ബാറ്ററി. ഓക്കെ, ഇത് രണ്ടും തന്നെ ഉള്ളൂ, ബാറ്ററിയും ബാറ്ററി ചാർജറും. അപ്പോൾ ഇതിൻ്റെ കൂടെ മെമ്മറി കാർഡോ പിന്നെ ബാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ബാഗും ഇതിൻ്റെ മെമ്മറി കാർഡും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 37,000 രൂപ വരും എല്ലാം കൂടെ. അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ ക്യാമറ. വലിയ ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ക്യാമറയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സ്ക്രീന്. ഇതിനെ നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ക്യാമറ തന്നെ മേടിച്ചത്. കാരണം നമ്മൾ ഇപ്പം സെൽഫി എടുത്താലും നമുക്ക് സെൽഫി മോഡിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് കാണാനായിട്ട് പറ്റും. അപ്പം മറ്റേ കാനോണിൻ്റെ 3500D ഒക്കെ ആണെങ്കിൽ അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് തന്നെ എടുത്തത്. ഇനി ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം, മൊബൈൽ ഫോണിലെടുത്തതും ക്യാമറയിലെടുത്തതും. ഈ ക്ലിപ്പ് മൊബൈൽ ഫോണിലെടുത്താണ്. എൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾ നോക്കിക്കണം അടുത്ത ക്ലിപ്പിൽ. ഇത് ഈ ക്യാമറയിലെടുത്താണ്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതൊരു എല്ലാവർക്കും ബൈ.